Hi viewers, welcome to my YouTube channel Biology Vlogs. അപ്പോൾ ഇന്ന് നമ്മൾ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ എക്സാമിനേഷന് വേണ്ടിയിട്ട് സെലക്ഷൻ ഓഫ് എഗ്സ് ആൻഡ് ഹാച്ചറി മാനേജ്മെൻറ്റ് എന്നുള്ള പോർഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ടും എഗ്സിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ കമ്പോണൻസ്, പിന്നെ മെയിനായിട്ടും ഹാച്ചറി മെത്തേഡ്സ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പാർട്ട് 1 വീഡിയോ ആണ്. ഇതിൻ്റെ തന്നെ പാർട്ട് 2 വീഡിയോയിലായിരിക്കും നമ്മൾ ഇൻക്യുബേഷനും ഡിഫറെൻറ്റ് ഇൻക്യുബേഷൻ മെത്തേഡ്സും ഇൻക്യുബേറ്റേഴ്സും അതിനെയൊക്കെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് എന്ന് പറയുന്നത് സ്ട്രക്ചർ ഓഫ് എഗ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എഗ്ഗിൻ്റെ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ എഗ്ഗിൻ്റെ ഏറ്റവും ഔട്ടർ സർഫസ് എന്ന് പറയുന്നത് എഗ് ഷെല്ലാണ് അല്ലേ, എഗ് ഷെല്ലാണ്. പിന്നെ എന്തൊക്കെയുണ്ട്, അതിന് ഉള്ളിൽ ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്. പക്ഷേ എഗ് ഷെല്ലാണെന്ന് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ക്യൂട്ടിക്കിൾ എന്നാണ് പറയേണ്ടത്. ഓക്കെ, ഈ ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത് എഗ് ഷെല്ലിൻ്റെയും പുറമേ കാണപ്പെടുന്ന എഗ് ഷെല്ലിൻ്റെയും ഔട്ടർ ലെയറാണ് ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് എഗ് ഷെല്ല് കാണപ്പെടുന്നത്. എഗ് ഷെല്ലിന് ഉള്ളിലായിട്ട് ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, അതിനുള്ളിലായിട്ട് ഇന്നർ മെംബ്രെയിൻ ഉണ്ട്, പിന്നെ ചലാസയുണ്ട്. ഓക്കെ, ഈ എഗ്ഗിൻ്റെ യോക്കിനെ അതിൻ്റെ സെൻറ്ററിലേക്ക് പൊസിഷൻ ചെയ്യുന്നത് ആരാണെന്ന് വെച്ചാൽ ചലാസയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എക്സ്റ്റീരിയർ ആൽബുമിനുണ്ട്, അതായത് ഔട്ടർ തിൻ ആൽബുമിൻ എന്ന് പറയും. അതുപോലെ തന്നെ മിഡിൽ ആൽബുമിനുണ്ട്, ഇന്നർ തിക്ക് ആൽബുമിൻ എന്ന് പറയും. അതുകൂടാതെ വൈറ്റ്ലീൻ മെംബ്രെയിൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ന്യൂക്ലിയസ് ഓഫ് പാൻഡർ ഉണ്ട്, ജെർമിനൽ ഡിസ്ക് ഉണ്ട്, ദെൻ യെല്ലോ യോക്ക്. ജെർമിനൽ ഡിസ്ക് എന്ന് പറയുന്ന ഒരു സൈഡിലായിട്ട് കാണപ്പെടുന്ന സ്ട്രക്ചറാണ്. പിന്നെ ഒരു യെല്ലോ യോക്ക് ഉണ്ട്. യെല്ലോ യോക്കിൻ്റെ കൂടെ തന്നെ എന്തുണ്ട്, വൈറ്റ് യോക്ക് ഉണ്ട്. വൈറ്റ് യോക്ക് എന്ന് പറയുന്നത് യെല്ലോ യോക്കിൻ്റെ ഉള്ളിലായിട്ട് കാണപ്പെടുന്ന ഒരു സ്ട്രക്ചറാണ്. ദെൻ ഇൻറ്റേർണൽ ആൽബുമിനുണ്ട്, ചലാസയുണ്ട്. രണ്ട് റീജിയനിലും രണ്ട് പോളിലും ചലാസ കാണപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും താഴെയായിട്ടൊരു എയർ സെൽ എന്ന് പറയുന്നൊരു റീജിയൻ ഉണ്ട്. ദെൻ ഏറ്റവും ഔട്ടർ ലെയർ എന്ന് പറയുന്നത് ക്യൂട്ടിക്കിളുണ്ട്. ഈ എയർ സെൽ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഈ മുട്ടയൊക്കെ പുഴുങ്ങി കഴിയുമ്പോഴത്തേക്ക് ഒരു പ്രൊജക്ഷൻസ് പോലെ അതിൻ്റെ താഴെ കാണപ്പെടുമല്ലോ, ഒരു പ്രൊജക്ഷൻ പോലെ കാണപ്പെടുന്ന പോർഷനെയാണ് എയർ സെൽ എന്ന് പറയുന്നത്. അപ്പോൾ എഗ്ഗിൻ്റെ ക്വാളിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ എയർ സെല്ലിൻ്റെ ഒരു പാരാമീറ്റർ വെച്ചിട്ടും കൂടാണ്. എയർ സെല്ല് കൂടുക എന്നതിൻ്റെ അർത്ഥം എഗ്ഗിൻ്റെ ക്വാളിറ്റി കുറവാണെന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എഗ് ഷെല്ലിനെ പറ്റി ഫസ്റ്റ് നോക്കാം. എഗ് ഷെൽ എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റീവ് കവറിങ് ഓഫ് ദി ഇന്നർ കണ്ടൻസ് കമ്പോസ്ഡ് ഓഫ് കാൽസ്യം കാർബണേറ്റ്. അപ്പോൾ എഗ് ഷെല്ലിൻ്റെ മെയിൻ കമ്പോണൻറ്റ് എന്താണെന്ന് വെച്ചാൽ കാൽസ്യം കാർബണേറ്റ് ആണ്. ഏകദേശം 99% കാൽസ്യം കാർബണേറ്റ് വെച്ചിട്ടാണ് എഗ് ഷെൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറ്റ് ഹാസ് 2 മെംബ്രെയിൻസ്. ഇറ്റ് ഈസ് പോറസ് ആൻഡ് കണ്ടെയ്ൻസ് 1000 ഓഫ് എയർ ഹോൾസ്. ഇതെന്ന് പറയുന്ന പോറസ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. അറൌണ്ട് 1000 എയർ ഹോൾസ് വരെ കാണപ്പെടുന്നുണ്ട്. ദേ ആർ കവേർഡ് ബൈ ക്യൂട്ടിക്കിൾ ടു പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് ആൻഡ് എക്സസീവ് മൈക്രോ ഓർഗാനിസംസ് ഇവാപ്പറേഷൻ. അപ്പോൾ ഈ എഗ്ഗിൻ്റെ എഗ് ഷെല്ലിൻ്റെ ഔട്ടർ കവർ എന്ന് പറയുന്നത് ക്യൂട്ടിക്കിളാണ്. അപ്പം ക്വസ്റ്റ്യൻ, അതായത് എഗ്ഗിൻ്റെ ഏറ്റവും ഔട്ടർ ലെയർ എന്ന് പറയുന്നതിന് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരിക്കലും എഗ് ഷെൽ എന്ന് എഴുതരുത്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ക്യൂട്ടിക്കിളാണ്. ക്യൂട്ടിക്കിൾ എഗ് ഷെല്ലിനെയും പുറമേ കാണപ്പെടുന്ന ഒരു ലെയറാണ്. ഈ ക്യൂട്ടിക്കിളാണ് എന്തിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത്, എക്സസീവ് ഇവാപ്പറേഷനും അതുപോലെ മൈക്രോ ഓർഗാനിസംസും ഒക്കെ എൻട്രി ചെയ്യാനും തടയുന്നത് ക്യൂട്ടിക്കിളാണ്. നെക്സ്റ്റ് ഷെൽ മെംബ്രെയിൻ. 2 മെംബ്രെയിൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഔട്ടർ മെംബ്രെയിനും ഉണ്ട്, ഇന്നർ മെംബ്രെയിനും ഉണ്ട്. മേഡപ്പ് ഓഫ് പ്രോട്ടീൻസ് ആൻഡ് പോളിസാക്കറൈഡ്സ്. ഔട്ടർ ലെയർ എന്ന് പറയുമ്പോൾ 6 ലെയർ ഓഫ് ഫൈബേഴ്സ്. ഇന്നർ ലെയർ എന്ന് പറയുന്നത് 3 ലെയേഴ്സ് ഓഫ് ഫൈബേഴ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബോത്ത് ആർ ലൂസ്ലി അറ്റാച്ച്ഡ് അറ്റ് ദ ബ്രോഡ് എൻഡ് ഓഫ് ദി എഗ്. എയർ സെൽസ് ഫോംസ് ആഫ്റ്റർ ലേയിങ് ഡ്യൂ ടു ഷ്രിങ്കേജ് ഓഫ് ഇന്നർ കണ്ടന്റ്. എയർ സെൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് ഏറ്റവും താഴെ കാണുന്ന ഒരു പ്രൊജക്ഷൻ പോലെ കാണപ്പെടുന്ന ഏരിയയാണ് എയർ സെൽ എന്ന് പറയുന്നത്. അതായത് എഗ്ഗ് ഓൾഡർ ആവുന്നതിനനുസരിച്ച് എഗ്ഗിൻ്റെ അകത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് ഷ്രിങ്ക് ആവും. അതിനെയാണ് എയർ സെൽ എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് നടക്കുന്നത് എന്താണ്, ടെമ്പറേച്ചർ ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ് ഈ എയർ സെൽ ഫോർമേഷൻ നടക്കുന്നത്. ദെൻ എഗ് വൈറ്റ് പറയാം. എഗ് വൈറ്റ് എന്ന് പറയുമ്പം 2 തിൻ ലെയർ ആൻഡ് 1 തിക്ക് ലെയർ വെച്ചിട്ടാണ് എഗ് വൈറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. 2 തിൻ ലെയറും 1 തിക്ക് ലെയറും. റേഷ്യോ മേ വേരി ഡിപ്പെൻഡ്സ് ഓൺ വെറൈറ്റീസ്. ഇതെന്ന് പറയുന്നത് എഗ്ഗിൻ്റെ വൈറ്റിൻ്റെ കണ്ടൻറ്റ്, എഗ് വൈറ്റിൻ്റെ കണ്ടൻറ്റ് ഓരോ സ്പീഷീസിനനുസരിച്ച് മാറാം. പിന്നെ ഇനി എഗ് യോക്കിനെ പറ്റി പറയുകയാണെങ്കിൽ covered by white lean membrane ആണ്. Adjacent layer is chalaciferous layer.
appears like twisted ropes at both ends. അതായത് എഗ്ഗിനെ അതിൻ്റെ ആ പൊസിഷൻ സെൻറ്റർ പൊസിഷൻ ചെയ്യുന്നത് ആരാണെന്ന് വെച്ചാൽ ചലാസയാണ്. ഓക്കെ, ഇറ്റ് ഹാസ് ജേം സ്പോട്ട് ലെയർഡ് ഇൻ ടു വൈറ്റ് ആൻഡ് യെല്ലോ ബട്ട് നോട്ട് ഡിസ്റ്റിങ്വിഷബിൾ. ഇൻഫെർട്ടൈൽ എഗ്സ് ആർ നോൺ ആസ് വെജിറ്റേറിയൻ എഗ്സ്. അതായത് വെജിറ്റേറിയൻ എഗ്സ് എന്നറിയപ്പെടുന്നത് ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള എഗ്സ് ആണ്. ഇനി കോമ്പോസിഷൻ നോക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മളുടെ എഗ്ഗിൻ്റെ വെയിറ്റ്, പെർസെൻറ്റേജ് ഓഫ് വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ് പറയുന്നത്. ഒരു എഗ്ഗ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം എഗ് ഷെൽ എന്ന് പറയുന്നത് 18 to 11% ആയിരിക്കും വെയിറ്റ് എന്ന് പറയുന്നത്. വൈറ്റ് പാർട്ട് എന്ന് പറയുന്നത് 56 to 61% ആയിരിക്കും. എഗ്ഗ് യോക്ക് എന്ന് പറയുന്നത് 27 to 32% ആയിരിക്കും. ഇനി എഗ്ഗ് വൈറ്റിനെ പറ്റി പറയാം. എഗ്ഗ് വൈറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോട്ടീനാണ് ഒവാൽബുമിൻ എന്ന് പറയുന്നത്. 50% ഓഫ് ദി എഗ് പ്രോട്ടീനാണ് ഒവാൽബുമിൻ. ഇത് മെയിനായിട്ടും ഫോസ്ഫോ ഗ്ലൈക്കോ പ്രോട്ടീനാണ്. ഒവാൽബുമിൻ എന്ന് പറയുന്നത് ഫോസ്ഫോ ഗ്ലൈക്കോ പ്രോട്ടീനാണ്. അതുപോലെ തന്നെ മാനോസ് ആൻഡ് ഗ്ലൂക്കോസമീനും ഇതിൻ്റെ കമ്പോണൻസ് ആയിട്ടുണ്ട്. റെഡ്ലി ഡീനേച്ചർഡ് ബൈ മെക്കാനിക്കൽ അജിറ്റേഷൻ ഓർ വിപ്പിംഗ്. അതായത് നമ്മൾ മെക്കാനിക്കലായിട്ട് ഈ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ അടിച്ച് പതപ്പിക്കത്തില്ല, ആ സമയത്ത് ഇതെന്താ ഡീനേച്ചറായിട്ട് പോവും ഈ പ്രോട്ടീൻ ഒവാൽബുമിൻ. നെക്സ്റ്റ് എഗ് വൈറ്റിൻ്റെ കമ്പോണൻ്റ് ആണ് കൊനാൽബുമിൻ എന്ന് പറയും. കൊനാൽബുമിൻ എന്ന് പറയുന്നത് 13% ഓഫ് ദി ടോട്ടൽ എഗ് ആൽബുമിൻ ആണ് കൊനാൽബുമിൻ, വിത്തൗട്ട് ഫോസ്ഫറസ് ആൻഡ് ഷുഗർ. ഈ പ്രോട്ടീൻ്റെ പ്രത്യേകത ഇതിന് ഷുഗറും ഫോസ്ഫറസും ഇല്ല. ഈസിലി കൊയാഗുലേറ്റഡ് ബൈ ഹീറ്റ്. ഓക്കെ, ദെൻ തേർഡ് വൺ ആണ് ഒവാ മ്യൂക്കോയിഡ് എന്ന് പറയും. ഒവാ മ്യൂക്കോയിഡ് എന്ന് പറയുന്നത് 10% ഓഫ് ദി എഗ് വൈറ്റ് ആണ്, ഗ്ലൈക്കോ പ്രോട്ടീൻ ആണ്. എക്സിസ്റ്റ് ഇൻ 3 ഫോംസ്, റെസിസ്റ്റൻറ്റ് ടു ഹീറ്റ്. അപ്പം നമുക്ക് എന്താണ് എഗ്ഗിലെ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ഒവാ മ്യൂക്കോയിഡ് എന്ന് പറയണം. ഓക്കെ, ഒവാൽബുമിൻ അല്ല, ഒവാ മ്യൂക്കോയിഡ് ആണ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ. ദെൻ അവിഡിൻ ഉണ്ട്. അവിഡിൻ എന്ന് പറയുന്നത് 0.05% ആണ് എഗ് വൈറ്റിൽ അടങ്ങിയിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ആൻറ്റി ന്യൂട്രീഷണൽ ഫാക്ടറാണ്. അതായത് എഗ്ഗിൽ കാണപ്പെടുന്ന ആൻറ്റി ന്യൂട്രീഷണൽ ഫാക്ടർ ഏതാണെന്ന് വെച്ചാൽ അവിഡിൻ ആണ് ആൻസർ. ഓക്കെ, ഇത് ഒരുപാട് എക്സാംസിൽ ഞാൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ആൻറ്റി ന്യൂട്രീഷണൽ ഫാക്ടർ ഇൻ എഗ് ഈസ് അവിഡിൻ. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മൾ റോ എഗ്സിനെ കഴിക്കുമ്പോഴും ഈ അവിഡിൻ എന്ന് പറയുന്ന കമ്പോണൻറ്റ് നമ്മുടെ ബയോട്ടിൻ അല്ലെ വൈറ്റമിൻ B3 അഥവാ ബയോട്ടിനുമായിട്ട് ബൈൻഡ് ചെയ്യും. അപ്പോൾ എന്തെയിരിക്കും, ഇപ്പം നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ബയോട്ടിനെ മൊത്തം ഈ അവിഡിനുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഒരു കോംപ്ലക്സ് ആയിട്ട് മാറും. അങ്ങനെ നമുക്ക് പ്രോട്ടീൻ ഇതൊക്കെ ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവും, ബയോട്ടിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഹീറ്റ് ഡീനേച്ചേഴ്സ് ദ അവിഡിൻ. അവിഡിൻ എങ്ങനെയാണ് ഡീനേച്ചർ ചെയ്യുന്നത്? ഹീറ്റ്, അതായത് നമ്മൾ റോ എഗ്ഗ് കഴിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. പക്ഷെ പുഴുങ്ങിയ മുട്ടയോ ബോയിൽ ചെയ്ത എഗ്ഗൊക്കെ ആണെങ്കിൽ ഈ പ്രശ്നമില്ല, കാരണം ആ സമയത്ത് അവിഡിൻ ഡീനേച്ചറായിട്ട് പോകും. The last one is ഒവാഗ്ലോബുലിൻ, റെസ്പോൺസിബിൾ ഫോർ ഫോം ഫോമേഷൻ. അതായത് എഗ്ഗ് ഇങ്ങനെ അടിക്കുമ്പോൾ പത ഉണ്ടാകുന്നതിന് കാരണം ഒവോഗ്ലോബുലിനാണ്. ഒവോഗ്ലോബുലിനാണ് എഗ്ഗ് ഫോമിന് കാരണം. അത് ഒരു ഒവ ഇൻഹിബിറ്ററാണ്. 0.1% ആണുള്ളത്. ഇൻഹിബിറ്റ്സ് ട്രിപ്സിൻ ആൻഡ് കൈമോട്രിപ്സിൻ. അപ്പം ട്രിപ്സിൻ്റെയും കൈമോട്രിപ്സിൻ്റെയും ഇൻഹിബിറ്റർ ആയിട്ടുള്ള എഗ്ഗിലെ പ്രോട്ടീനാണ് ഒവോഗ്ലോബുലിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കൂടാതെ തന്നെ ഒവോമ്യൂസിൻ ഉണ്ട്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ജെല്ലി ലൈക്ക് സ്ട്രക്ചർ ഓഫ് എഗ് വൈറ്റ്. അതായത് ഇത് എല്ലാം മൾട്ടിപ്പിൾ ചോയ്സ് ലൈക്ക് ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് ആയിട്ട് വരുന്ന പോയിന്റ്സ് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഒവാമ്യൂസിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് പ്രോട്ടീനാണ് ജെല്ലി ലൈക്ക് സ്ട്രക്ചർ, എഗ് വൈറ്റിൻ്റെ ജെല്ലി ലൈക്ക് സ്ട്രക്ചറിന് കാരണമായിട്ടുള്ളത്. ഇത് 2% ഓഫ് ദി എഗ് വൈറ്റ് ആണ്. ഇൻസോലുബിൾ ഇൻ വാട്ടർ ബട്ട് സോലുബിൾ ഇൻ ഡൈലൂട്ടഡ് സോൾട്ട് സൊല്യൂഷൻ, പ്രസൻറ്റ് ഇൻ 4 times ദാൻ തിൻ ലെയർ. ലാസ്റ്റ് വൺ ഈസ് ലൈസോസൈം ആണ്. ലൈസോസൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു എൻസൈമാണ്. 3.5% ഓഫ് ദി എഗ് വൈറ്റ് ഈസ് ലൈസോസൈം. ഡിസ്ട്രക്ട് ദ സെൽ വാൾ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. ഇത് മൈക്രോ ഓർഗാനിസത്തിൻ്റെ സെൽ വാളൊക്കെ ഡിസ്ട്രക്ട് ചെയ്യും. പ്രസൻറ്റ് 3 to 4 times ഇൻ ഹെൻ ദാൻ ഡക്ക് എഗ്. ഡക്ക് എഗ്ഗിൻ്റെ കാളും 3 to 4 times കൂടുതലാണ് ലൈസോസൈം ഇൻ എഗ്, ഹെന്നിൻ്റെ എഗ്ഗിൽ. ഓക്കെ, ഇനി എഗ് അത്രയാണ് ഈ എഗ് വൈറ്റിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ എഗ് വൈറ്റിൽ ഏതൊക്കെ പ്രോട്ടീൻ ഉണ്ട് ഒന്നുകൂടെ പറയാം. എഗ് വൈറ്റിൽ മെയിനായിട്ടും ഒവാൽബുമിൻ ഉണ്ട്. മെജോറിറ്റി എന്ന് പറയുന്നത് ഒവാൽബുമിനാണ്. ദെൻ അതൊരു ഫോസ്ഫോ ഗ്ലൈക്കോ പ്രോട്ടീനാണ്. ദെൻ കൊനാൽബുമിൻ ഉണ്ട്. അതെന്ന് പറയുന്നത് എന്താണ്, ഫോസ്ഫറസും സൾഫറും ഇല്ലാത്ത പ്രോട്ടീനാണ്. അതെന്ന് പറയുന്നത് ഈസിലി കൊയാഗുലേറ്റഡ് ബൈ ഹീറ്റാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒവാ മ്യൂക്കോയിഡ് ആണ്.
ഇതെന്ന് പറയുന്നത് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്രോട്ടീനാണ്. ദെൻ അവിഡിൻ എന്ന് പറയുന്നത് ആൻറ്റി ന്യൂട്രീഷണൽ ഫാക്ടറാണ് വിച്ച് ബൈൻഡ്സ് ടു ബയോട്ടിൻ. ദെൻ ഓവോഗ്ലോബുലിൻ ഉണ്ട് വിച്ച് റെസ്പോൺസിബിൾ ഫോർ ഫോം ഫോമേഷൻ ആൻഡ് ഇൻഹിബിറ്റ്സ് ട്രിപ്സിൻ ആൻഡ് കൈമോട്രിപ്സിൻ. ദെൻ ഒവാമ്യൂസിൻ ഉണ്ട് വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ജെല്ലി ലൈക്ക് സ്ട്രക്ചർ ഓഫ് എഗ് വൈറ്റ്. ദെൻ ലൈസോസൈം ഉണ്ട്. ലൈസോസൈം എന്ന് പറയുന്നത് ഡിസ്ട്രക്ട് ദ സെൽ വാൾ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. ലൈസോസൈംസ് കൂടുതലായിട്ട് കാണപ്പെടുന്ന ഹെന്നിൻ്റെ എഗ്ഗിലാണ്. ഇനി അടുത്ത് നമുക്ക് എഗ്ഗ് യോക്കിൻ്റെ കമ്പോണൻസ് നോക്കാം. 50% ഓഫ് യോക്ക് ഈ സോളിഡ് കണ്ടന്റ്. അത് നിങ്ങൾക്ക് അറിയാം, സോളിഡ് ആയിട്ടുള്ള കണ്ടന്റ് ആണ്. സെപ്പറേറ്റഡ് ബൈ ഹൈ സ്പീഡ് സെൻട്രിഫ്യൂഗേഷൻ. പ്രോട്ടീൻ ഏതൊക്കെയാണെന്ന് നോക്കാം. എഗ് യോക്ക് പ്രോട്ടീൻ ഈസ് ലിപ്പോ പ്രോട്ടീൻ. അപ്പോൾ എഗ് യോക്കിലെ പ്രോട്ടീന് പറയുന്ന പേരാണ് ലിപ്പോ പ്രോട്ടീൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, എഗ് വൈറ്റിലാണ് ആൽബുമിൻസ് ഉള്ളത്. അപ്പോൾ ലിപ്പോ പ്രോട്ടീൻസ് ഏതൊക്കെയാണ്? ലിപ്പോ വൈറ്റ്ലിൻസ് ആൻഡ് ലിപ്പോ വൈറ്റിലിനം. അപ്പോൾ ലിപ്പോ വൈറ്റ്ലിൻസ് ഉണ്ട്, ലിപ്പോ വൈറ്റ്ലിനിൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ 2 കമ്പോണൻസ് ആണുള്ളത്. ഇനി ലിപ്പോ വൈറ്റ്ലിൻസിനകത്ത് അവരെന്ന് പറയുന്ന ഹൈ ഡെൻസി ലിപ്പോ പ്രോട്ടീൻസ് ആണ്. ഇത് ഏകദേശം 16 to 80% ഓഫ് ദി എഗ് യോക്ക്. എഗ് യോക്കിൻ എടുത്തു കഴിഞ്ഞാൽ 16 to 80% എന്ന് പറയുന്നത് ലിപ്പോ വൈറ്റ്ലിൻസ് ആണ്, ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻസ് ആണ്. ദെൻ നെക്സ്റ്റ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഫോസ്ഫിറ്റിൻ. ഫോസ്ഫിറ്റിൻ എന്ന് പറയുന്നത് 5 to 6% ഓഫ് ദി എഗ് സോളിഡ് ആണ്. ദെൻ ലിവറ്റിൻ ഉണ്ട്, 1 to 10% ഓഫ് എഗ് യോക്ക് ആണ്. ഇതെന്ന് പറയുന്നത് ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ ആണ്. ലിവറ്റിൻ എന്ന് പറഞ്ഞാൽ ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ ആണ്. ന്യൂട്രിറ്റീവ് വാല്യൂ ഓഫ് എഗ് നോക്കാം. പ്രോട്ടീൻ എന്ന് പറയുന്നത് 12 to 14% ആണ്. 25% ഓഫ് RDA എന്ന് വെച്ചാൽ റെക്കമെൻഡഡ് ഡെയിലി അലവൻസ്. എത്രയാണ് ഒരു എഗ്ഗ് കഴിക്കേണ്ടത്? 25% ആണ്. സീറൽസ് പൂവർ ഇൻ ലൈസീൻ ആൻഡ് പൾസസ് പൂവർ ഇൻ സിസ്റ്റീൻ. എഗ് കോമ്പൻസേറ്റ്സ്. അപ്പോൾ നമുക്കറിയാം സീറൽസ് എടുക്കുവാണെങ്കിൽ സീറൽസ് ആർ ലൈസീൻ ഡെഫിഷ്യൻ്റ് ആണ്. അതുപോലെ തന്നെ പൾസസ് എന്ന് പറയുന്നത് സിസ്റ്റീൻ ഡെഫിഷ്യൻ്റ് ആണ്. ഇതെല്ലാം തന്നെ എഗ്ഗ് കഴിക്കുവാണെങ്കിൽ നമുക്ക് മേക്കപ്പ് ചെയ്ത് പോകാനായിട്ട് പറ്റും. ദെൻ ഫാറ്റ് എന്ന് പറയുന്നത് റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് ലെസിത്തീൻ ആണ്. ഫോസ്ഫോലിപ്പിഡ് സോഴ്സ് ഓഫ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ആണ്. 3 to 4 eggs per week. ഒരു വീക്കിൽ ഏകദേശം 3 to 4 eggs per week കഴിക്കാൻ പറ്റും. ഇനി എഗ്ഗിൻ്റെ യോക്ക് എടുക്കുവാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് എമൗണ്ട് ഓഫ് ഫാറ്റ് എവിടെയാണെന്ന് വെച്ചാൽ എഗ്ഗിൻ്റെ യോക്കിലാണ്. ഏകദേശം 31 to 32% എഗ് യോക്കിലാണ് ഫാറ്റ് അടങ്ങിയിരിക്കുന്നത്. അതുപോലെ എഗ്ഗിൻ്റെ വൈറ്റിലാണെങ്കിൽ ഫാറ്റ് കണ്ടൻറ്റ് വളരെ കുറവാണ്. പക്ഷേ 16 to 17% പ്രോട്ടീൻ എന്ന് പറയുന്നത് എവിടെയാണ്? എഗ്ഗിൻ്റെ വൈറ്റിലാണ് കൂടുതൽ. അപ്പം എഗ് വൈറ്റിൽ പ്രോട്ടീൻ കണ്ടൻ്റ് ആണ് കൂടുതൽ, ഫാറ്റ് കണ്ടൻറ്റും വളരെ കുറവാണ്, കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റും കുറവാണ്. അതുപോലെ തന്നെ എഗ്ഗിൻ്റെ യോക്കിൽ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് ഫാറ്റ് ആണ്. മിനറൽസ് ആൻഡ് വൈറ്റമിൻസ് നോക്കാം. റിച്ച് സോഴ്സ് ഓഫ് ബയോളജിക്കലി അവൈലബിൾ സിങ്ക് ആണ്. ഇപ്പോൾ സിങ്കിൻ്റെ ഏറ്റവും നല്ലൊരു സോഴ്സ് ആണ് എഗ് എന്ന് പറയുന്നത്. കാൽസ്യം എവിടെയാണുള്ളത്? ഷെല്ലിലാണുള്ളത്. പക്ഷെ നമ്മൾ കാൽസ്യം കഴിക്കുന്നില്ല. എന്നിരുന്നാൽ പോലും എഗ് എന്ന് പറയുന്ന റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് കാൽസ്യം ആണ്. ഗുഡ് സോഴ്സ് ഓഫ് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ്. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. എഗ്ഗിൽ ഇല്ലാത്ത വൈറ്റമിൻ ഏതാണെന്ന് ചോദിക്കുക. അത് വൈറ്റമിൻ സി ആണ്. എഗ് ഈസ് ഡെഫിഷ്യൻ്റ് ഓഫ് വൈറ്റമിൻ സി ആണ്. ഓക്കെ, ഇനി ക്വാളിറ്റി ഓഫ് എഗ്ഗ് നോക്കാം. ക്വാളിറ്റി ഓഫ് എഗ്ഗ് എന്ന് പറയുന്നത് 3 കാര്യത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണുള്ളത്. ഒന്ന് സൈസ്, പിന്നെ അതിൻ്റെ എഗ്ഗിൻ്റെ ഷെല്ല്, ദെൻ എയർ സെല്ല്. സൈസ് എന്ന് പറയുമ്പോൾ നോർമൽ വെയിറ്റ് എന്ന് പറയുന്നത് 40 to 70 grams ആണ്. ഷെൽ എന്ന് പറയുന്നത് സ്ട്രെങ്ത് ആയിരിക്കണം, പോറോസിറ്റി ആൻഡ് ക്ലീനിനെസ് ഉണ്ടായിരിക്കണം. എയർ സെൽ എന്ന് പറയുന്നത് ക്വാളിറ്റി ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ എയർ സെൽ. അപ്പോൾ എയർ സെല്ലിന് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യം എന്താണ്? ടെമ്പറേച്ചറാണ് അല്ലേ? ടെമ്പറേച്ചർ വേരിയേഷൻ. അതുപോലെ തന്നെ എഗ്ഗിൻ്റെ പഴക്കം, എഗ്ഗ് ഓൾഡർ ആവുന്നതിനനുസരിച്ച് എയർ സെല്ലിൻ്റെ ഡെപ്ത് കൂടിക്കൂടി വരും. ഓക്കെ, ദെൻ ഗുഡ് ക്വാളിറ്റി എഗ് എന്ന് പറയുന്നതിൻ്റെ ഡെപ്ത് ഓഫ് എയർ സെല്ല് 1/8 to 3/16 inch ആണ്. പുവർ ക്വാളിറ്റി എഗ് എന്ന് പറയുന്നത് ഡെപ്ത് മോർ ദാൻ 3/8 inch, അതായത് 3/8 ഇഞ്ചിലും കൂടുതലായിട്ടുള്ള ഡെപ്താണ് എയർ സെല്ലിനുള്ളതെങ്കിൽ അതൊരു പുവർ ക്വാളിറ്റി എഗ് ആണെന്ന് പറയാം. എഗ് വൈറ്റ്, പിന്നെ എന്താണ് എഗ് വൈറ്റിൽ ഫ്രഷ് ബ്രോക്കൺ എഗ് ഫോം റൗണ്ട് ഡ്യൂ ടു ദ വിസ്കോസിറ്റി ഓഫ് തിക് എഗ് വൈറ്റ്.
Thin white increases with deterioration due to proteolysis. Quality deteriorates. pH increases to 7.6 to 9.7. അപ്പം ക്വാളിറ്റി കുറയുന്നതിനനുസരിച്ച് എഗ്ഗിൻ്റെ പി എച്ച് കൂടുമെന്നാണ് പറയുന്നത്. ഓക്കെ. ദെൻ എഗ്ഗ് യോക്കിലാണെങ്കിൽ യോക്ക് സ്പ്രെഡ്സ് പുവർ ക്വാളിറ്റി, അതായത് നമ്മൾ എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുമ്പോൾ യോക്ക് പെട്ടെന്ന് സ്പ്രെഡ് ആവുകയാണെങ്കിൽ, പെട്ടെന്ന് പൊട്ടിപ്പോവുകയാണെങ്കിൽ അത് പുവർ ക്വാളിറ്റി എഗ്ഗ് എന്നാണ് പറയുന്നത്. ഡ്യൂ ടു എക്സസീവ് മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ ഇൻ ടു ദ എഗ്ഗ് യോക്ക്. അതിന് കാരണം എന്താണ്, എഗ്ഗിലെ വൈറ്റിലുള്ള വാട്ടർ പെട്ടെന്ന് എഗ്ഗ് യോക്കിലേക്ക് മൂവ് ചെയ്യുന്നതാണ് ഈ ഒരു ഇതിന് കാരണമെന്നാണ് പറയുന്നത്. ഈ ചലേസ് നോക്കുവാണെങ്കിൽ ഡസ് നോട്ട് ഹോൾഡ് യോക്ക് ഇൻ ദ സെൻറ്റർ ആണെങ്കിൽ പുവർ ക്വാളിറ്റി എഗ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ചലാസയുടെ നോർമൽ ഫങ്ഷൻ എന്ന് പറയുന്നത് എഗ് യോക്കിനെ അതിൻ്റെ സെൻറ്ററിൽ ഹോൾഡ് ചെയ്യുന്ന പർപ്പസാണ്. അതങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അത് പുവർ ക്വാളിറ്റി എഗ് എന്നാണ് പറയുന്നത്. അതുപോലെ എഗ് വൈറ്റിലാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, ഫ്രഷ് ബ്രോക്കൺ എഗ് ആണെങ്കിൽ റൗണ്ട് ആയിരിക്കും. ഈ എഗ് വൈറ്റ് പൊട്ടിക്കുമ്പോൾ നല്ല റൗണ്ട് ആയിട്ടിരിക്കും. കാരണം എന്ന് വെച്ചാൽ തിക്ക് എഗ് വൈറ്റ് നല്ല വിസ്കസ് ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവാലുവേഷൻ ഓഫ് എഗ് ക്വാളിറ്റി. ഇവാലുവേഷൻ ഓഫ് എഗ് ക്വാളിറ്റിയിൽ ഫസ്റ്റ് വരുന്നതാണ് ഈ കാൻഡ്ലിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക്. ഓക്കെ. കാൻഡ്ലിംഗ് എന്ന് പറയുമ്പം നമ്മുടെ എഗ് എടുത്തിട്ട് ഒരു ഒരു ലൈറ്റ് അല്ലെങ്കിൽ ഒരു ലാമ്പിനകത്തേക്ക് വെക്കുമ്പോഴത്തേക്ക് ഈ ലൈറ്റിനെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്താണ്, ഗുഡ് ക്വാളിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് കാൻഡ്ലിംഗ് ആൻഡ് ക്രേഡിംഗ് ഓഫ് എഗ്സ്. അതായത് എഗ് ക്വാളിറ്റി ഈസ് ഡിറ്റർമിൻഡ് യൂസിങ് എ പ്രോസസ്ഡ് കാൾഡ് കാൻഡ്ലിംഗ്. കാൻഡ്ലിംഗ് എന്ന് പറയുന്നത് എഗ് ക്വാളിറ്റി ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എ ട്രെയിൻഡ് ഓപ്പറേറ്റർ സ്കാൻസ് ദ എഗ്സ് ആസ് ദേ പാസ് ഓവർ എ സ്ട്രോങ് ബീം ഓഫ് ലൈറ്റ് that outlines the content of the egg and the quality of the eggshell. അതായത് ഒരു ട്രെയിൻഡ് ഓപ്പറേറ്റർ ആണെങ്കിൽ ഈ എഗ്ഗിനെ ഈ ലൈറ്റിലേക്ക് വെക്കും, സ്കാൻ ചെയ്യുന്ന പോലെ വെക്കും. ആൻഡ് ദേ പാസ് എ സ്ട്രോങ് ബീം ഓഫ് ലൈറ്റ് ദാറ്റ് ഔട്ട്ലൈൻസ് ദ കണ്ടന്റ് ഓഫ് ദി എഗ്. എന്നിട്ട് ഈ സ്ട്രോങ് ബീം ഓഫ് ലൈറ്റിനെ പാസ് ചെയ്യാൻ അനുവദിക്കും. ദ എഗ്സ് ആർ ദെൻ ഡിവൈഡഡ് ഇൻ ടു 3 grades. അപ്പോൾ ഇങ്ങനെ പാസ് ചെയ്യുന്നതിനനുസരിച്ച്, അപ്പം നല്ല എഗ്ഗ് ആണെങ്കിൽ ഈ ലൈറ്റ് ഇങ്ങനെ പാസ്സാവും, അതായത് ഫുൾ ഇലൂമിനേറ്റഡ് ആയിട്ട് നിൽക്കും. ഇനി റോട്ടൺ എഗ്ഗോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ, ബാഡ് ക്വാളിറ്റി എഗ്ഗ് ആണെങ്കിൽ ഈ ലൈറ്റ് പാസ് ചെയ്യത്തില്ല, അതായത് എഗ്ഗ് ഒപ്പേക്കായിട്ട് മാറും. അങ്ങനെ ഇങ്ങനെയുള്ള ഒരു ഡിഫറൻസിയേഷൻ അനുസരിച്ച് നമുക്ക് എഗ്സിനെ 3 ഗ്രേഡായിട്ട് മാറ്റും. ഗ്രേഡ് എ, ഗ്രേഡ് ബി ആൻഡ് ഗ്രേഡ് സി. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ വിശദമായിട്ട് വരുന്നുണ്ട്, നെക്സ്റ്റ് സെക്ഷൻ നമ്മളിത് പറയുന്നതായിരിക്കും. ഇനി അടുത്തതെന്ന് പറയുന്നത് അതുപോലെ തന്നെ എഗ് ക്വാളിറ്റിയിൽ ഫ്ലോട്ടിംഗ് ഇൻ വാട്ടർ, അതായത് വാട്ടറിൽ വെച്ചിട്ട് നമുക്ക് ഈ എഗ്ഗിൻ്റെ ക്വാളിറ്റി അറിയാൻ പറ്റും. പുവർ ക്വാളിറ്റി എഗ്ഗ് ആണെങ്കിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും, ഗുഡ് ക്വാളിറ്റി എഗ്ഗ് ആണെങ്കിൽ വെള്ളത്തിൽ താഴ്ന്നു കിടക്കും. ഹോട്ട്സ് യൂണിറ്റ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് തിക്ക് വൈറ്റ് ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് എഗ്ഗ്, അതായത് എഗ്ഗിൻ്റെ ക്വാളിറ്റിയെ അളക്കുന്ന ഒരു യൂണിറ്റാണ് ഹാർട്സ് യൂണിറ്റ് എന്ന് പറയുന്നത്. 72 ഹാർട്സ് യൂണിറ്റ് ഈസ് ഗുഡ് ക്വാളിറ്റി എഗ്ഗ്. അപ്പോൾ 72 ഹാർട്സ് യൂണിറ്റ് എന്ന് പറയുന്നത് ഗുഡ് ക്വാളിറ്റി എഗ്ഗ് എന്നാണ് അർത്ഥം. ഇനി 36 to 60 ആണെങ്കിൽ ഡിറ്റോറേറ്റഡ് എഗ്ഗ് എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ വൈറ്റ് ഇൻഡെക്സ്, യോക്ക് ഇൻഡെക്സ്, ഇതെല്ലാം തന്നെ എഗ് ക്വാളിറ്റിയുടെ യൂണിറ്റ്സ് ആണ്. ഓക്കെ. വൈറ്റ് ഇൻഡെക്സ് എന്ന് പറയുമ്പം ഹൈറ്റ് ഓഫ് തിക്കസ്റ്റ് പോർഷൻ ഓഫ് എഗ്ഗ് ഡിവൈഡ് ബൈ ഡയമീറ്റർ ഓഫ് എഗ്ഗ് ആണ്. യോക്ക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് യോക്ക് ഡിവൈഡ് ബൈ വിഡ്ത്ത് ഓഫ് യോക്ക് ആണ്. അപ്പം ഹോട്ട്സ് യൂണിറ്റ്, വൈറ്റ് ഇൻഡെക്സ്, യോക്ക് ഇൻഡെക്സ്, ഇതെല്ലാം തന്നെ എഗ്ഗിൻ്റെ ക്വാളിറ്റി ഡിറ്റർമിൻ ചെയ്യുന്ന യൂണിറ്റ്സ് ആണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് പിഗ്മെൻറ്റ്സ് ആണ്. ഇനി ഷെല്ലെന്ന് പറയുമ്പോൾ നമുക്കറിയാം വൈറ്റ് അല്ലെങ്കിൽ ബ്രൗൺ അഥവാ ക്രീം കളറായിരിക്കും എഗ്ഗിൻ്റെ ഷെല്ലെന്ന് പറയുന്നത്. ഇനി എഗ് വൈറ്റ് മെയിനായിട്ടും ഓവോഫ്ലാമിൻ ഗീവ് ഇറ്റ്സ് ഗ്രീൻ ടിൻ ടു എഗ് വൈറ്റ്. എഗ് വൈറ്റിന് ഗ്രീൻ ടിൻറ്റ് കൊടുക്കുന്ന പിഗ്മെൻ്റ് ഏതാണെന്ന് വെച്ചാൽ ഓവോഫ്ലാവിൻ ആണ്. അതുപോലെ തന്നെ എഗ് യോക്കിൽ മെയിനായിട്ടും കരോട്ടിനോയിഡ്സും ഉണ്ട്, സാന്തോഫിൽസും ഉണ്ട്. കരോട്ടിനോയിഡ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ റെഡ് കളറിന് കാരണം, എഗ്ഗിൻ്റെ യോക്കിൻ്റെ റെഡ് കളറിന് കാരണം കരോട്ടിനോയിഡ്സ് ആണ്. സാന്തോഫിൽസ് ഗീവ് യെല്ലോ കളർ. ഓക്കെ. അതുപോലെ തന്നെ എഗ്ഗിൻ്റെ യോക്കിൻ്റെ കളർ അഥവാ പിഗ്മെൻറ്റേഷന് കാരണം അത് കഴിക്കുന്ന അത് ഹെൻ കഴിക്കുന്ന ഫീഡിനനുസരിച്ചും ആയിരിക്കും. അതായത് ഹൈ കരോട്ടിൻ അടങ്ങിയിട്ടുള്ള ഫീഡാണ് ഈ എഗ്ഗ് ഹെൻ കഴിക്കുന്നതെങ്കിൽ അവരുടെ എഗ്ഗിൽ എന്താണ് റെഡ് കളർ കൂടുതലായിരിക്കും. ഈ സാന്തോഫിൽസ് ഒക്കെ കൂടുതലായിട്ടുള്ള ഡയറ്റ് ആണെങ്കിൽ യെല്ലോ കളർ കൂടുതലായിരിക്കും.
ഇനി അടുത്തത് നമുക്ക് അബ്നോർമൽ എഗ്സ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്ക് നിങ്ങൾക്കുണ്ട്. അതായത് ഡിഫക്റ്റീവ് ആയിട്ടുള്ള എഗ്സ് ഏതൊക്കെയാണ്, അപ്പോൾ അത് നോക്കാം. അപ്പം ഫസ്റ്റ് എന്ന് പറയുന്നത് ഷെൽ ക്വാളിറ്റി ഡിഫക്ട്സ് ആണ്. അതിൽ മെയിനായിട്ടും എഗ് ഷെൽ ക്വാളിറ്റി ഡിഫക്ട്സ് ആർ ഒബ്വിയസ് ബൈ ഡയറക്റ്റ് എക്സ്റ്റേണൽ ഒബ്സർവേഷൻ ബൈ ഓർ ബൈ കാൻഡ്ലിങ്. അപ്പോൾ എഗ് ഷെല്ലിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് നമ്മൾ ഈ എഗ് മെതർ അത് ഡിഫക്റ്റീവ് ആണോ അല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. They are important for evaluation for the producer and consumer. It is also the main criteria for selecting hatching eggs. എഗ്സിന് ഹാച്ച് ചെയ്യാനുള്ള എഗ്സിനെ സെലക്ട് ചെയ്യാനുള്ള മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എഗ് ഷെല്ലിൻ്റെ ക്വാളിറ്റിയാണ്. അപ്പോൾ മെയിനായിട്ടും ഇത്രയും ഷെൽ ക്വാളിറ്റി ഡിഫക്ട്സ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മിഷാപ്ഡ് എഗ്സ്, ദെൻ സാൻഡ് പേപ്പർ ഓർ റഫ് ഷെൽഡ് എഗ്സ്, സോഫ്റ്റ് വീക്ക് ഓർ ഷെൽലെസ് എഗ്സ്, ഡർട്ടി ആൻഡ് ഗ്ലേസ്ഡ് ഷെൽസ് or stained eggs, body checks, cracked eggs, flat-sided eggs, pimples, pinholes, mottled or glassy shells, fungus or mildew on shells, cage mark shells, fly mark shells. അപ്പോൾ ഇത്രയുണ്ട് ഷെൽ ക്വാളിറ്റി ഡിഫക്ട്സ് എന്ന് പറയുന്നത്. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 ഡിഫക്ട്സ് നമുക്ക് പറയാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മിഷാപ്ഡ് എഗ്സ് ആണ്. മിഷാപ്ഡ് എഗ്സ് എന്ന് പറയുന്നത് ദീസ് ആർ ദോസ് whose shells differ obviously from the smooth normal shape. അതായത് സ്മൂത്ത് നോർമൽ ഷേപ്പിൽ മാറ്റമുള്ള എഗ്സ് ആണ് മിഷാപ്ഡ് എഗ്സ് എന്ന് പറയുന്നത്. ദ ഇൻക്ലൂഡ് എഗ്സ് വിത്ത് ഷെൽസ് മാർഡ് ബൈ ഫ്ലാറ്റ് സൈഡ്സ് ഓർ ബോഡി ചെക്സ് ആൻഡ് എഗ്സ് ദാറ്റ് ആർ ടു ലാർജ് ഓർ ടു റൗണ്ട്. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഈ എഗ്സിനാണെങ്കിൽ ഫ്ലാറ്റ് സൈഡ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഗ്രൂവ്സ്, അതിനകത്ത് തന്നെ റിബ്സ്, അങ്ങനെയൊക്കെയുള്ള സ്ട്രക്ചേഴ്സൊക്കെ കാണാൻ പറ്റും. മെയിൻ കോസ് എന്ന് പറയുന്നത് ഇമ്മച്വർ ഷെൽ ഗ്ലാൻഡ്, അതായത് ഇമ്മച്വർ ആയിട്ടുള്ള ഷെൽ ഗ്ലാൻഡിൽ നിന്നാണ് എഗ്സ് ഉണ്ടായെങ്കിൽ ഇങ്ങനെ സംഭവിക്കാം. ഡിഫക്റ്റ് ഷെൽ ഗ്ലാൻഡ്, അതുപോലെ ഡിസീസസ്, അതായത് ഇൻഫെക്ഷൻസ്, ബ്രോങ്കൈറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ, ബ്രോങ്കൈറ്റീസ് ഒക്കെ ഉള്ള ഹെൻസ് ആണെങ്കിൽ ഇങ്ങനെയുള്ള എഗ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്രൗഡിങ്, സ്ട്രെസ്, ഇതൊക്കെ ഉണ്ടെങ്കിലും മിഷാപ്ഡ് എഗ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സാൻഡ് പേപ്പർ ഓർ റഫ് ഷെൽഡ് എഗ്സ് ആണ്. ഡിസ്ക്രിപ്ഷൻ എന്താണ്? ദ ടേം സാൻഡ് പേപ്പർ ഷെൽസ് ആൻഡ് റഫ് ഷെൽസ് റെഫേഴ്സ് ടു എഗ്സ് വിത്ത് റഫ് ടെക്സ്റ്റേർഡ് ഏരിയാസ്. അപ്പം ഇവരുടെ ഷെല്ലിൽ തൊട്ട് നോക്കുവാണെങ്കിൽ ഒരു റഫ് ടെക്സ്റ്റേർഡ് സ്ട്രക്ചേഴ്സ് ആയിരിക്കും, വളരെ റഫ്നെസ് ആയിരിക്കും, ഓഫൺ അൺഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദ ഷെൽ. ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് എന്താണ്? ഇത് ചില ബേർഡ്സിലായിരിക്കും കാണപ്പെടുന്നത്. ബേർഡ്സിൻ ഏർലി ലേ, അതായത് ഒരുപാട് നേരത്തെ എഗ് ലേ ചെയ്യുന്ന ബേർഡ്സിലാണ് ഈ ഒരു പ്രോബ്ലം കണ്ടുവരുന്നത്. അനദർ കോസ് എന്ന് പറയുന്നത് ഇൻ സം കേസസ് 2 eggs may be in the shell gland at the same time, which can cause a form of rough shelled egg, often referred to as target or thumb print type എന്നും പറയാറുണ്ട്. അപ്പോൾ ഈ സാൻഡ് പേപ്പർ ടൈപ്പിനെ തമ്പ് പ്രിന്റ് ടൈപ്പ് അഥവാ ടാർഗറ്റ് എന്നും പറയാറുണ്ട്. നമ്മൾ ചിലപ്പോൾ ഈ മുട്ടയുടെ തോടിന് ഒട്ടും കട്ടിയില്ലാതെ വളരെ കട്ടി കുറഞ്ഞൊരു സ്ട്രക്ചർ ഉണ്ടാവും, അതാണ് സാൻഡ് പേപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിന്നെ സോഫ്റ്റ്, വീക്ക് ഓർ ഷെൽലെസ് എഗ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇനി നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ പറയാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഡബിൾ യോക്ക് എഗ് ആണ്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഡബിൾ യോക്ക് എഗ് ആണ്. Double yolk egg occurs when a chicken releases 2 yolks into the same shell and അതായത് ഒരേ സമയം 2 യോക്കിനെ ഒരു ഷെല്ലിലേക്ക് റിലീസ് ചെയ്യും. and are usually produced by young chickens whose reproductive system have not fully matured. young chicks ആണ് ഇതിങ്ങനെയുള്ള എഗ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവരുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാത്ത ചിക്സ് ആണ്. ഡബിൾ യോക്സ് ക്യാൻ ഓൾസോ കം ഫ്രം ഓൾഡർ ചിക്സ് നിയറിങ് ദ എൻഡ് ഓഫ് ദെയർ എഗ് പ്രൊഡ്യൂസിങ് പീരീഡ്. അതായത് കുറച്ച് നല്ല ഓൾഡ് ആയിട്ടുള്ള ചിക്കൻസ് അവരുടെ എഗ് ലേയിങ് പീരീഡ് കഴിയുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എഗ്സിലും ഈ ഒരു ഡിഫക്റ്റ് കണ്ടുവരാറുണ്ട്. നെക്സ്റ്റ് വൺ വന്ന് ബ്ലഡ് സ്പോട്ട് ആണ്. ഇറ്റ് ഈസ് എ പിൻ ഹെഡഡ് സൈസ്ഡ് റെഡ് ഓർ ബ്രൗൺ സ്പോട്ട് ഓൺ ദ യോക്ക് ഓഫ് ആൻ എഗ്. അപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ എഗ്ഗ് പൊട്ടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനൊരു എഗ് സ്പോട്ട് പോലെ കാണപ്പെടുന്നുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് ദീസ് ആർ കോസ്ഡ് ബൈ ദ റപ്ചർ ഓഫ് സ്മോൾ ബ്ലഡ് വെസൽസ് ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് എഗ് ഫോം ചെയ്യുന്ന സമയത്ത് സ്മോൾ ബ്ലഡ് വെസൽസിൻ്റെയൊക്കെ റപ്ചർ കാരണം ഉണ്ടാകുന്ന ബ്ലഡ് സ്റ്റെയിൻ ആണ്. എ ബ്ലഡ് സ്പോട്ട് ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് ദാറ്റ് ആൻ എഗ് ഹാസ് ബീൻ ഫെർട്ടിലൈസ്ഡ്. എഗ് സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഫെർട്ടിലൈസ്ഡ് ആണെന്നല്ല അർത്ഥം. ഇറ്റ് ഈസ് സിംപ്ലി എ സ്മോൾ സ്പോട്ട് ഓഫ് ബ്ലഡ്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് മീറ്റ് സ്പോട്ട്സ് ആണ്. മീറ്റ് സ്പോട്ട്സ് ആർ മോസ്റ്റ്
found in the egg white and typically formed from pieces of tissues picked up by the egg when passing through the oviduct. അതായത് മീസ് സ്പോട്ട് എന്ന് പറയുന്നത് എഗ് വൈറ്റിൽ കാണപ്പെടുന്ന ഒരു കോമൺ ഡിഫക്റ്റ് ആണ്. ഇത് മെയിനായിട്ടും എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഈ എഗ്ഗ് ഓവിഡക്റ്റിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ടിഷ്യൂസിനെയൊക്കെ പിക്ക് ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റാണ് മീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടുള്ള എഗ്ഗ് ഡിഫക്ട്സ്. അപ്പോൾ നെക്സ്റ്റ് സെക്ഷനിൽ നമുക്ക് ഇൻക്യുബേറ്റർ ടൈപ്സും പിന്നെ ഹാച്ച്ലിംഗ് മെത്തേഡ്സും ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ ഹാച്ച്ലിംഗ് ഓപ്പറേഷൻസ് ആൻഡ് ഇൻക്യുബേഷനാണ് നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്ന പാർട്ട് 2 വീഡിയോ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.